Thank you, sir. Thank you, ma'am. Good morning. Good morning. Good morning. Good morning, ma'am. Good morning. Okay, good morning, everyone. Everyone. This is Good morning. another wonderful morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. ഓക്കെ, മറ്റൊരു സുന്ദരമായ ദിവസത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ അല്ലേ. അതൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാ ദിവസവും വളരെ മനോഹരമാണ്. എല്ലാ ദിവസവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും സുന്ദരമായിട്ടായിരിക്കണം. സമാധാനം, സന്തോഷം, ഇതെല്ലാമാണ് അടിസ്ഥാനമായിട്ട് നമ്മുടെ തുടക്കത്തിലും ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്. ഏത് തന്നെ അവസ്ഥയാണെങ്കിലും ഏത് തന്നെ സാഹചര്യങ്ങളാണെങ്കിലും സമാധാനം എന്നത് നമ്മൾ എന്നും കൂടെ കൂട്ടുക, സന്തോഷം എന്നുള്ളത് നമ്മുടെ കൂടെ കൂട്ടുക, ഗ്രേറ്റ്ഫുൾ ആകുക. എല്ലാം നല്ലതിനാണ്, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മള് സെൽഫ് അവയർനെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഒക്കെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിഷൻ ഫോർ ദ ഫ്യൂച്ചറിൽ എങ്ങനെ നമ്മൾ വിഷൻ ചെയ്യണം എന്ന് നമ്മൾ സംസാരിച്ചു. ഗോൾ സെറ്റിംഗ് പഠിച്ചു. ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഓക്കെ, ഇനി മാക്സിമം വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവർ ഓൺ ആക്കുക കേട്ടോ. വീഡിയോ ഓൺ ആക്കുക, ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നവർ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക, സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സംസാരിക്കാം. ഓക്കെ, then വിഷൻ ഫോർ ദ ഫ്യൂച്ചർ നമ്മള് ടോപ്പിക് കഴിഞ്ഞതിന് ശേഷം അതുപോലെ വിഷൻ ചെയ്തു വെച്ചോ, അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചോ? ഫ്യൂച്ചറിൽ എന്തായിരിക്കും, എന്താവണം എന്നുള്ള ഒരു ചെറിയൊരു ധാരണയെങ്കിലും കൃത്യമായി, ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിച്ചോ? എന്താണ് സംഭവിച്ചത്? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സംസാരിക്കാം, മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ആരും വിഷൻ ചെയ്തു വെച്ചിട്ടില്ല? യെസ് ഓർ നോ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് വേണമെങ്കിലും പറയാം. ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയ്തു എന്ന് പറയാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയാം. എനിവൺ? ഹലോ. യെസ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതായത് എന്റെ പേര് അഷ്റഫ്. ഓക്കെ. നമ്മൾ ഫ്യൂച്ചറിൽ ഹാപ്പി, ജോയ്ഫുൾ ആൻഡ് പീസ്ഫുൾ ഹാപ്പി, ജോയ്ഫുൾ ആൻഡ് പീസ്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആദ്യം പറഞ്ഞ എങ്ങനെയാ അതിന് ചെയ്യുന്നത്? ഒന്ന്, എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്രേഷന്റെ സാഹചര്യങ്ങളുമായി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക, നല്ല പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. ഹലോ, അങ്ങനെയുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞത്, എന്ന് തന്നെ അതെ. പിന്നെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. യെസ്, യെസ്. ഗോൾ സെറ്റിംഗ് ആയിട്ട്. അപ്പൊ മറ്റുള്ള സാമ്പത്തിക ഐശ്വര്യം അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വന്നു ചേരും എന്നുള്ളതാണ് മനസ്സിലാവും. അതെ. ഇനി മറ്റുള്ളവർ കുറെ പറയാനൊക്കെ ഉണ്ട്, മറ്റുള്ളവരൊക്കെ പറയട്ടെ. ഓക്കെ, ഓക്കെ. ഇനി ആർക്കെങ്കിലും എനിവൺ? ഓക്കെ, ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഏത് തരം അവസ്ഥയാണെങ്കിലും, അല്ലെങ്കിൽ എന്നും ഒരുപോലെ ആയിരിക്കില്ല, മാറ്റങ്ങൾ ഉണ്ടാവും. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും. ഓരോ ദിവസവും ഉണരുന്നത് സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി ഉണരുക. ഉറങ്ങാൻ പോകുമ്പോഴും സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടിയും ഉറങ്ങാൻ പോവുക. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി മുന്നോട്ട് പോവുക. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് നമ്മളെ മൈൻഡ് സെറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എവറിത്തിങ് വിൽ ബി ഈസി. എല്ലാം നമുക്ക് ഈസി ആയിരിക്കും. നമുക്ക് വലിയ വലിയ ടാസ്കുകളായിട്ടൊന്നും തോന്നില്ല, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. ആൻഡ് ആൾസോ നമുക്ക് ആ ഒരു സ്ട്രെസ്സും ഒക്കെ മാറി ഈസി ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് സക്സസ്ഫുൾ ആവാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും.
നമുക്ക് അവിടെ ടയേർഡ്നെസ് ഫീൽ ചെയ്യാണ്. നമുക്ക് സക്സസ് എന്ന ഒരു ജേർണി വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ദെൻ ഇന്നത്തെ ടോപ്പിക്ക് ബ്രേക്കിംഗ് ഫ്രീ ഫ്രം പ്രോക്രാസ്റ്റിനേഷൻ. കേട്ടിട്ടുണ്ടോ? പ്രോക്രാസ്റ്റിനേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? പ്രോക്രാസ്റ്റിനേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആമാ, കേട്ടിട്ടുണ്ട്. യെസ്. എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ? അതായത് ഓരോ കാര്യങ്ങൾ നീട്ടിവെക്കാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞ്. യെസ്. ആക്ട് ഓഫ് ഡിലേയിങ് ഓർ പോസ്റ്റ്പോണിങ് ടാസ്ക്. നമ്മൾ ചെയ്യേണ്ടുന്ന ടാസ്കുകൾ, കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഡിലേ ചെയ്യുക, പിന്നെ ചെയ്യുക, വൈകിപ്പിക്കുക, അല്ലെങ്കിൽ നാളെ ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയട്ടെ, ഈ രീതിയിൽ ഇങ്ങനെ നീട്ടിവെക്കുക തന്നെ. നമ്മൾ ചെയ്യേണ്ട ടാസ്ക് നീട്ടിവെക്കുക, ഇപ്പൊ ചെയ്യേണ്ട കാര്യം ഇപ്പൊ ചെയ്യാതെ നീട്ടിവെച്ച് പോവുക. ഇതിനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ എങ്ങനെ ഇത് മാറ്റിയെടുക്കാം, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ഇത് വരുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രോക്രാസ്റ്റിനേഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ, ഇതിനെല്ലാം ബാധിക്കും. അപ്പൊ നമുക്ക് പ്രോക്രാസ്റ്റിനേഷൻ കൃത്യമായിട്ട് എന്താണെന്ന് നോക്കാം. അതിന്റെ സൈക്കോളജിക്കൽ റൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ പേഴ്സണൽ ട്രിഗേഴ്സ്, പ്രോക്രാസ്റ്റിനേഷൻ വരാനുള്ള പേഴ്സണായിട്ടുള്ള കുറച്ച് ട്രിഗേഴ്സ് ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതും നോക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ വാട്ട് ഈസ് പ്രോക്രാസ്റ്റിനേഷൻ? പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിലേ ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട കാര്യം പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുക. വൈ ഡു പീപ്പിൾ പ്രോക്രാസ്റ്റിനേഷൻ? എന്തുകൊണ്ടാണ് ആളുകൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്? നമ്മളെല്ലാവരും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നവരാണ് അധികം ആളുകളും ഉണ്ടാവുക. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇപ്പോ ഒരാൾക്ക് ഷെയർ ചെയ്യാം എന്തുകൊണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു. Anyone can? Yeah, ma'am, I can. Yes, പറഞ്ഞു. Laziness. Okay. Lack of motivation. Then? പിന്നെ മടി, ലേസിനെസ്, മടി. ലേസിനെസ് ഒരു പ്രോക്രാസ്റ്റിനേഷന്റെ പാർട്ടല്ല. ലേസിനെസ്സും പ്രോക്രാസ്റ്റിനേഷനും രണ്ടും വ്യത്യാസമുണ്ട്. നമ്മൾ ഡിലേ ചെയ്യുന്നുണ്ട്, പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരിക്കലും ലേസിനെസ് അല്ല അതിന്റെ റീസൺ, മടിയല്ല അതിന്റെ റീസൺ. ഇനിയിപ്പോ മടി എന്നുള്ളൊരു കാര്യം, ഓക്കെ, നമുക്ക് ലേസിനെസ് വന്നു, ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് എ റീസൺ. എന്തുകൊണ്ടില്ലേ? വെറുതെ ഒരാൾക്ക് ലേസിനെസ് ഉണ്ടാവില്ല. നമ്മളെപ്പോഴും പറയാം അവർക്ക് മടിയാണ്, അല്ലെങ്കിൽ അയാൾക്ക് മടിയാണ്, ഭയങ്കര മടിയനാണ്. ഓക്കെ, ഫിയർ ഓഫ് ഫെയിലിയർ. യെസ്, ഭയങ്കര മടിയനാണ്, ഒന്നും ചെയ്യാതിരിക്കുകയാണ്, ഹൈ പ്രയോറിറ്റി ഇഷ്യൂസ്. യെസ്, അപ്പൊ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ഇങ്ങനെ പല രീതിയില് ഈ ഒരു അവസ്ഥയെ പറയും. മടി എന്നാണ് അടിസ്ഥാനപരമായിട്ട് പറയുക. പക്ഷെ പ്രോക്രാസ്റ്റിനേഷൻ ആണെങ്കിലും മടിയാണെങ്കിലും ഇറ്റ് ഷുഡ് ഹാവ് എ റീസൺ. എന്തുകൊണ്ട് ഈ മടി വരുന്നു? വെറുതെ ഒരിക്കലും വരില്ല, അതിന് കൃത്യമായ റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് ആ റീസനെ റൂട്ടിൽ നിന്നും അടിവേരിൽ നിന്നും നമ്മൾ ചികിത്സിക്കുക എന്ന് പറയുന്ന പോലെ അതിന് കൃത്യമായ അവയർനെസ് ഒക്കെ കൊടുത്ത് മാറ്റിയെടുക്കാവേണ്ടുന്ന കാര്യമാണ്. സാധാരണ നോർമലി മടി ഉണ്ടാവില്ല, അതിന് കൃത്യമായൊരു റീസൺ ഉണ്ടായിരിക്കും. എന്തെങ്കിലും മേ ബി ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആയിരിക്കും, ഇതുപോലെ ഫിയർ ഓഫ് ഫെയിലിയറോ, അല്ലെങ്കിൽ പലതരം അസുഖങ്ങളായിക്കൊണ്ട് ലേസിനെസ് വരാം, ഡിപ്രഷൻ കാരണം ലേസിനെസ് വരാം, ആൻസൈറ്റി കാരണം ലേസിനെസ് വരാം.
പല കാരണങ്ങൾ കൊണ്ട് ലേസിനെസ് വരും. പക്ഷെ ഇതാർക്കും തിരിച്ചറിയാൻ കഴിയില്ല. പൊതുവെ എല്ലാവരും പുറമേക്ക് കാണുന്നത് ലേസിനെസ് മാത്രമായിരിക്കും. അപ്പൊ എവറിത്തിങ് ഹാവ് എ റീസൺ. ദെൻ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മാറ്റി വെക്കുന്നു? ഇപ്പോ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ തന്നെ ഫിയർ ഓഫ് ഫെയിലിയർ, തോൽക്കുമെന്നുള്ള പേടി, പെർഫെക്ഷനിസം, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു പെർഫെക്ഷനിസം. സോ നമ്മൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഇപ്പൊ ചെയ്യേണ്ട കുറച്ച് സമയം എടുത്തിട്ട് എനിക്ക് ചെയ്യണം, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ, എന്നാലും എനിക്ക് അതെനിക്ക് അതിന്റെ ഒരു തൃപ്തിയിൽ വരുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് കരുതും. അപ്പൊ അങ്ങനെ നീട്ടിവെക്കും. പിന്നെയും കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ചും കൂടി സമയം വേണം, എനിക്ക് ഒന്നും കൂടി അതിനെ ഒന്നും കൂടി മാനേജ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാനുണ്ട്, എന്നിട്ട് ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെ നീട്ടിവെച്ച് നമ്മുടെ ടൈം എത്തുമ്പോഴേക്കും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. പെർഫെക്ഷനിസം കാരണം വരും. ലാക്ക് ഓഫ് മോട്ടിവേഷൻ, നമുക്ക് കൃത്യമായ ഒരു മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ട് വരും. ഓവർവെൽമിങ് പ്രോബ്ലം കൊണ്ടുവരും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഞാൻ ഇനി എന്തൊക്കെ ചെയ്യും എന്നുള്ള ഒരു ഫീല് നമുക്ക് വന്നു കഴിഞ്ഞാൽ വരും. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് ചൂസിങ് ഷോർട്ട് ടേം പ്ലഷർ. നമ്മൾ കുറച്ച് സമയത്തിനുള്ള ഒരു പ്ലഷർ അല്ലെങ്കിൽ ഒരു സന്തോഷം തെരഞ്ഞെടുത്തിട്ട് ലോങ് ടേം ആയിട്ടുള്ള ബെനിഫിറ്റ്സിനെ നമ്മൾ വിട്ടുപോകും. അതായത് ചെയ്യാൻ എടുക്കുന്ന ടാസ്ക്, ഈ ഒരു ടാസ്ക് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം, ആ സമയത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണമല്ലോ. അപ്പൊ അതിന് പകരം ആ സമയത്ത് നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യുന്ന മറ്റു ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഉണ്ടാവുന്ന സന്തോഷം കാരണം ഈ ഒരു ടാസ്ക് ചെയ്ത് നമുക്ക് കിട്ടുന്ന, ലോങ് ടേം ആയിട്ട് ചെയ്ത് കിട്ടുന്ന ഒരു റിസൾട്ടിനെ നമ്മൾ മറന്നുപോകും. പുവർ ടൈം മാനേജ്മെന്റ്, കൃത്യമായ ഒരു ടൈം മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് പ്രോക്രാസ്റ്റിനേഷൻ സംഭവിക്കും. കൃത്യമായ ടൈം മാനേജ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണമെന്ന്, ദാറ്റ് മീൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർവെൽമിങ് ഫീലൊക്കെ തോന്നുന്ന പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ഇനി ഞാൻ ഇതിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു ചിന്തയൊക്കെ കയറി ഒരു കൃത്യമായ ടൈം മാനേജ്മെന്റ് ഇല്ലാത്തത് കാരണം എന്ത് സംഭവിക്കും? പ്രോക്രാസ്റ്റിനേഷൻ സംഭവിക്കും. കോമൺ സയൻസ് ഓഫ് പ്രോക്രാസ്റ്റിനേഷൻ, എന്തൊക്കെയാണ് പ്രോക്രാസ്റ്റിനേഷന്റെ കോമൺ ആയിട്ടുള്ള സയൻസ്? കോൺസ്റ്റന്റ്ലി സേയിങ് ഐ വിൽ ഡു ഇറ്റ് ടുമാറോ, എപ്പോഴും പറയാണ് ഞാനത് നാളെ ചെയ്യാം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒരാളോട് പറയുമ്പോ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു ടാസ്ക് ആണെങ്കിൽ നമ്മളപ്പോ ഓക്കെ ദെൻ നാളെ ചെയ്യാം, ഇന്നിങ്ങനെ പോട്ടെ. സ്റ്റാർട്ടിങ് എ ടാസ്ക് ക്വിക്ലി, പെട്ടെന്ന് തന്നെ ഒരു ടാസ്ക് ചെയ്യാൻ തുടങ്ങും, ചെയ്യാൻ നീട്ടിവെക്കൊന്നുമില്ല. പക്ഷെ സ്വിച്ചിങ് ടു സംതിങ് എൽസ് ഈസിയർ, അത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പെട്ടെന്ന് തന്നെ അത് അവിടെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്തോളും. അത് കംപ്ലീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അത് അവിടെ നിർത്തിപ്പോകും, പെട്ടെന്ന് തന്നെ നിർത്താൻ സാധിക്കും. സ്പെൻഡിങ് എക്സസീവ് ടൈം ഓൺ ലോ പ്രയോറിറ്റി ടാസ്ക്, ഒരു പ്രയോറിറ്റി ഇല്ലാത്ത, നമുക്ക് പ്രയോറിറ്റി ബേസ്ഡ് നമ്മൾ വർക്ക് ചെയ്യാന്നുള്ള എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ഒരു പ്രയോറിറ്റി ഇല്ലാത്ത ടാസ്കിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം, നമ്മൾ എക്സസീവ് ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യും. സോ അതിന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഇല്ലാത്ത അവസ്ഥ വരും. ഫീലിംഗ് ഗിൽറ്റി ഓർ സ്ട്രെസ്ഡ് അബൌട്ട് അൺഫിനിഷ്ഡ് വർക്ക്, നമ്മൾ കംപ്ലീറ്റ് ആക്കാത്ത വർക്ക് കംപ്ലീറ്റ് ആക്കിയില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഗിൽറ്റിയും സ്ട്രെസ്സും ഒക്കെ കാരണം പിന്നെ അത് തീരും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. നമ്മളത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ചു ഓൾറെഡി, ഞാൻ അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുള്ള ഒരു ഗിൽറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആവും, എന്നാൽ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ വീണ്ടും കഴിഞ്ഞ് കുറച്ചുകൂടി സമയം കഴിയട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് എഴുതും. അങ്ങനെ ഇതൊക്കെയാണ് സയൻസ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പാക്ട് ഓഫ് പ്രോക്രാസ്റ്റിനേഷൻ, എന്തൊക്കെയാണ് അതിന്റെ ഇമ്പാക്ട്സ് വരുന്നത്? ഇൻക്രീസ്ഡ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, നമുക്ക് സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ കൂടി വരുന്നു. ലോവർ പ്രൊഡക്ടിവിറ്റി ആൻഡ് മിസ്ഡ് ഡെഡ് ലൈൻ, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറഞ്ഞു വരും, നമ്മുടെ ഡെഡ് ലൈൻ മാറിപ്പോകും. നമ്മളൊരു ഡെഡ് ലൈൻ ഇട്ടിട്ടാണ് എപ്പോഴും വർക്ക് ചെയ്യുക, ഇത്ര സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇത്ര വർക്ക് തീർത്തിരിക്കും, ഇത്ര സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിരിക്കും. പക്ഷെ ആ ഒരു സമയം കഴിഞ്ഞു പോകും, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. പുവർ വർക്ക് ക്വാളിറ്റി ആൻഡ് റെഡ്യൂസ്ഡ് കോൺഫിഡൻസ്, നമ്മുടെ വർക്ക് ക്വാളിറ്റി കുറഞ്ഞു വരും, നമ്മുടെ കോൺഫിഡൻസ് കുറഞ്ഞു വരും. ഡാമേജ്ഡ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റിലേഷൻഷിപ്സ്,
നമ്മൾ ചെയ്യേണ്ട നമുക്ക് ഒരുപാട് കടമകളും ടാസ്കും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുമ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പിനെയും കരിയർ ബേസ്ഡ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനെയും നമ്മൾ ബാധിക്കും. അത് ഏത് തരം കരിയർ ആണെങ്കിലും, ഏത് തരം ബിസിനസ് ആണെങ്കിലും, ഓണർഷിപ്പ് ആണെങ്കിലും, ഏത് തരത്തിലാണെങ്കിൽ പോലും അവിടെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ളത് വളരെ കൃത്യമായി ബാധിച്ചിരിക്കും. നീട്ടിവെക്കുക എന്നുള്ള കാര്യം നമ്മുടെ ലൈഫിൽ നല്ല പോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് കൃത്യമായ അവയർനെസ് എടുത്ത് മാറ്റിയെടുക്കേണ്ട കാര്യമാണ്. നമ്മളെപ്പോഴും ഇപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഈ അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്ന് നമുക്ക് അത് കേൾക്കുമ്പോ ഓക്കെ, ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റം വരും, ഞാൻ എന്തായാലും ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ദാറ്റ് കൈൻഡ് ഓഫ് ഫീലിംഗ് നമുക്ക് വരുന്നുണ്ട്, ചെയ്യണം അല്ലേ? തോന്നാറില്ലേ? നമ്മൾ ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമ്പോ ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് ഒരുപാട് മാറ്റം വരും, എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നാറില്ലേ? യെസ് ഓർ നോ? യെസ്. അപ്പൊ അതേ സമയം അത് തോന്നുന്നുണ്ട് എങ്കിലും നമുക്കത് ആ ഒരു ടാസ്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, എനിക്കത് ചെയ്യാൻ എന്താണ് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അപ്പത് ഫീൽ ചെയ്തു, ദെൻ ആ ഒരു സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു പീരിയഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഈ ഒരു സെഷൻ കഴിഞ്ഞു, പിന്നെ നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, ഇനി നാളെ ചെയ്യാം, ഇന്ന് എനിക്ക് വേറെ കുറെ കാര്യം ചെയ്യാണ്ട്, ഈ രീതിയിൽ വിടും. നാളെ തന്നെ ആയിരിക്കും അവസ്ഥ, അടുത്ത ദിവസം തന്നെ ആയിരിക്കും അവസ്ഥ. നമ്മളെ ഗോൾ സെറ്റ് ചെയ്ത് വെക്കില്ല, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നമ്മളത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ദിസ് കൈൻഡ് ഓഫ് പ്രോക്രാസ്റ്റിനേഷൻ നമ്മുടെ ലൈഫിൽ കയറി വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെയും പ്രൊഫഷണൽ ഗ്രോത്തിനെയും അക്കാദമിക്കൽ ഗ്രോത്തിനെയും എല്ലാം ബാധിക്കും. അക്കാദമിക് വൈസ് എക്സാമിന് പഠിക്കണം, എനിക്ക് ആ കൃത്യസമയത്ത് അതെന്റെ എക്സാം ആണ്, അതല്ലെങ്കിൽ എനിക്ക് ഇത്ര കാര്യങ്ങൾ, ഇത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് വന്നാൽ എനിക്ക് അത് കവർ ചെയ്ത് എടുക്കാൻ കഴിയുള്ളൂ, എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് സെമിനാർ ചെയ്യാനുണ്ട്, അസൈൻമെന്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് ഉണ്ട്. പക്ഷെ നമ്മളത് നീട്ടി വെച്ചു, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് അതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് കൃത്യമായ രീതിയിൽ ചെയ്യേണ്ടുന്ന കാര്യം നീട്ടിവെച്ച് നമ്മൾ 24/7 വർക്ക് ചെയ്താലും കംപ്ലീറ്റ് ആവാത്ത രീതിയിലോട്ട് അത് മാറിപ്പോകും. ബിസിനസ്സിലാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കാതെ, വാട്ട് എവർ ഇറ്റ് ഈസ് ഇൻ ലൈഫ്, എന്ത് തന്നെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു ദിവസം പോലും മുടക്കാതെ കൃത്യമായി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് അവിടെ നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ബിസിനസ് ലോസ് ആയി പോകും. നമുക്കിവിടെ വലിയ വലിയ ലോസുകൾ സംഭവിക്കും. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുക ചെറിയൊരു കാര്യമല്ലേ, ഇത് നാളെ ചെയ്താലും മതിയല്ലോ എന്ന് മാത്രമായിരിക്കും ചിന്തിക്കുക. എല്ലാ ദിവസവും ചെയ്യേണ്ടുന്ന കാര്യമാണ് ഓഡിറ്റിംഗ് ചെയ്യുക എന്നുള്ളത്. ഒരു ദിവസം വിടാതെ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അത് നമ്മൾ കൃത്യമായി ചെയ്തിട്ടില്ല, നാളെ ചെയ്യാം എന്ന് നമ്മുടെ മൈൻഡിൽ തോന്നുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ചെയ്യാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസിനെ ബാധിക്കും, ലോസിലോട്ട് പോകും. നമ്മൾ ചെയ്യേണ്ട ടാസ്ക് എന്താണോ ആ ഒരു ടാസ്ക് ആ ഒരു സമയത്ത് അപ്പോൾ ചെയ്യാം. ഇന്ന് നാളെ കുറച്ച് സമയം, കുറച്ച് കഴിഞ്ഞിട്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇനി ഒരുപാട് സമയം ഉണ്ടല്ലോ, നമുക്ക് സമയം എടുത്ത് ചെയ്താൽ മതിയല്ലോ, മെല്ലെ ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ അപ്പൊ ചെയ്യാം, ഇപ്പൊ ഞാൻ ഇത് ചെയ്യട്ടെ, അതപ്പൊ നോക്കാം. പ്രയോറിറ്റി ബേസ്ഡ് ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത്. പ്രയോറിറ്റി എന്താണ്, എത്ര ടൈം അതിന് വേണം, ടൈം കൺസ്യൂമിങ് ആണോ, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുമോ, കുറെ സമയം എടുക്കുമോ? കുറെ സമയം എടുക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തുടങ്ങിയാലേ എനിക്ക് അതപ്പൊ തീരുള്ളൂ, അല്ലെങ്കിൽ എനിക്കത് ഓവർ വർക്ക് ആയി വരും, എക്സോസ്റ്റഡ് ആയി പോകും.
ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വേണം ഇരിക്കാൻ. ഡെഫിനറ്റ്ലി നമുക്ക് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ, കൃത്യമായ വിഷൻ ഉണ്ടെങ്കിൽ, എനിക്ക് ഇത്ര സമയം, ഈ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ ഇങ്ങനെയൊക്കെ ആയി മാറും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വിഷൻ, അതിയായ ആഗ്രഹം, ഡ്രീംസ്, ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ തോന്നില്ല. നമുക്ക് വെറുതെ ഇരിക്കാനേ തോന്നില്ല. ആൾവേസ് വി വിൽ എന്തെങ്കിലും ആയിട്ട് നമ്മുടെ ഇത് കണക്ട് ചെയ്തിട്ട്, ഇത് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആയിട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും, നോക്കിക്കൊണ്ടിരിക്കും. കണക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ അതിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഡാമേജ്ഡ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനെയും പേഴ്സണൽ റിലേഷൻഷിപ്പിനെയൊക്കെ ഡാമേജ് ചെയ്യും. Then practical strategies to overcome procrastination. Procrastination overcome ചെയ്യാൻ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രോക്രാസ്റ്റിനേഷൻ എന്താണെന്ന് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഡൗട്ട് ഉണ്ടോ? വാട്ട് ഈസ് പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ളതിന് ഒരു കൃത്യമായ ഒരു ധാരണ കിട്ടിയോ? അതോ അതിൽ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? Yes or no? Yes, madam. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ, കാരണം നമുക്ക് അതിൽ കൃത്യമായ ധാരണ കിട്ടിയാലാണ് നമ്മൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, എന്തൊക്കെയാണ് അതിന്റെ പ്രാക്ടിക്കൽ വേസ്, പ്രാക്ടിക്കലി എന്ത് ചെയ്തുകൊണ്ട് നമുക്ക് അത് ഓവർകം ചെയ്യാം എന്നുള്ളത് നോക്കണമെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് പഠിക്കണം, മനസ്സിലാവണം. Then practical strategies to overcome procrastination. First one, break it now. നമുക്ക് എന്താണോ ആ ഒരു വലിയ ടാസ്ക് ഉള്ളത്, അതിനെ എന്ത് ചെയ്യാം, ചെറിയ ടാസ്ക് ആക്കിയിട്ട് മാറ്റാം. അതായത് സ്റ്റെപ്പ് ബൈ ആയിട്ട് ചെയ്യാം. നമുക്കിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ ആയിട്ട് ചെയ്തുകൊണ്ടിട്ട് എന്ത് ചെയ്യാം, ആ ഒരു വലിയ ടാസ്കിനെ സ്റ്റെപ്പ് ബൈ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിടുക. ഒരു ദിവസം ഇത്ര ചെയ്യാം, രണ്ടാമത്തെ ദിവസം ഇത്ര ചെയ്യാം, മൂന്നാമത്തെ ദിവസം ഇത്ര ചെയ്യാം. ഓക്കെ, എനിക്ക് 5 days എന്റെ മുന്നിലുണ്ട്. ആ 5 ദിവസത്തിനെ ഞാൻ ഈ ഒരു ടാസ്കിന് വേണ്ടി ഡിവൈഡ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് ബൈ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. എല്ലാം ഒരു ദിവസം എന്നുള്ളതിന് പകരം ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓവർവെൽമിങ് ഫീൽ കിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഒരുപാട് എക്സോസ്റ്റഡ് ആകുമ്പോഴും ക്ഷീണിക്കുമ്പോഴും ഒക്കെ ആണ് ഓക്കെ എന്ന് പിന്നെ ചെയ്യാം എന്നുള്ള തോന്നൽ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുക. ലാക്ക് ഓഫ് മോട്ടിവേഷൻ കൊണ്ട് ഉണ്ടാവും, പേടി, ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് വെച്ച് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. ഫോക്കസ് ഓൺ പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ. പെർഫെക്ഷനിൽ നോക്കാതെ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു പ്രോഗ്രസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ ദിവസം നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രസ്സിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാം. കംപ്ലീറ്റ് ആയോ എന്നല്ല, പെർഫെക്റ്റ് ആണോ എന്നല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ എക്സ്ട്രീം ലെവൽ നമ്മൾ ചെയ്യുന്നുണ്ടോ, അതിൽ പ്രോഗ്രസീവ് ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. സെറ്റ് സ്മാർട്ട് ഗോൾസ്. സ്മാർട്ട് ഗോൾസിനെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സ്മാർട്ട് ഗോൾസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ കുറെ ഒഴിവാക്കാൻ സാധിക്കും. ബിക്കോസ് അത് നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. then ആ ഗോളിലേക്ക് നമ്മൾ ആ ഗോൾ ചെയ്യാൻ സെറ്റ് ചെയ്തിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നില്ല. ബിക്കോസ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്മാർട്ട് ഗോൾസ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോക്രാസ്റ്റിനേഷൻ കുറെ മാറി കിട്ടും. ടൈം ബ്ലോക്കിംഗ് ഓ പോമഡോരോ ടെക്നിക്. പോമഡോരോ ടെക്നിക് കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് പോമഡോരോ ടെക്നിക്? ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്കാണ്. ചെയ്യാനുള്ള ടാസ്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്
urgent, important, urgent, not important. Yes. Yes. Not Urgent, not important. important. Yes. Same. ഈ ഒരു പോമഡോറോ ടെക്നിക്ക്, ചൂസ് എ ടാസ്ക് വാട്ട് യു വാണ്ട് ഓൺ വർക്ക്. നമുക്ക് വർക്ക് ചെയ്യാനുള്ള ടാസ്ക് ഏതാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. സെറ്റ് എ ടൈമർ. ആ ഒരു ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമറാണ്. സെറ്റ് എ ടൈമർ ഫോർ 25 മിനിറ്റ്സ്. 25 മിനിറ്റ് എന്ത് ചെയ്യുക, ടൈമർ സെറ്റ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വൺ, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമ്മൾ ചെയ്യേണ്ട ആ ഒരു ടാസ്ക് എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. then അതിനുശേഷം ഒരു ടൈമർ, 25 മിനിറ്റ് വരുന്ന ഒരു ടൈമർ, പോമഡോരോ, അതാണ് ഒരു പോമഡോരോ എന്ന് പറയുന്നത്. വർക്ക് ഓൺ ദ ടാസ്ക് അണ്ടിൽ ദ ടൈമർ റിങ്സ്. ആ ടൈമർ റിങ് ചെയ്യുന്നവരെ, ആ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങാൻ. ആ ടൈമർ റിങ് ചെയ്യുന്നവരെ നമ്മൾ നിർത്താതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. then ആ ടൈമർ നിന്ന് കഴിഞ്ഞാൽ then 5 മിനിറ്റ്സ് എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക. ആ ഒരു 25 മിനിറ്റ് കംപ്ലീറ്റ് ആയി അതുവരെ നമ്മൾ നിർത്താതെ വർക്ക് ചെയ്ത് 25 മിനിറ്റിന് ശേഷം 5 മിനിറ്റ് നമുക്ക് ഒരു ഷോർട്ട് ബ്രേക്ക്. 5 മിനിറ്റ് ശേഷം വീണ്ടും റിപ്പീറ്റ് ദ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇതേപോലെ വീണ്ടും 25 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വെക്കുക, വർക്ക് ചെയ്യുക. 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഒരു വർക്ക് നിർത്തുക, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. സെയിം റിപ്പീറ്റ്. അങ്ങനെ 4 പ്രാവശ്യം ചെയ്യുക. 4 പ്രാവശ്യം കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു ലോങ് ബ്രേക്ക് എടുക്കുക. ഒരു 15 to 30 മിനിറ്റ്സ് വരെ വരുന്ന രീതിയിൽ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആ ഒരു എക്സോസ്റ്റഡ് ഫീൽ ഒന്നും കിട്ടില്ല. നമ്മൾ കൃത്യമായ ഒരു ടൈം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ടൈം കഴിഞ്ഞാൽ നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. 24/7 പോലെ നമ്മൾ ഒരുപാട് ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ആ ഒരു സമയം നമുക്ക് കൃത്യമായ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്കിന് വേണ്ടി എടുക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്യുക, 4 പോമഡോരോസ് കഴിഞ്ഞതിന് ശേഷം 15 to 30 മിനിറ്റ്സ് എന്ത് ചെയ്യാം, ഒരു ലോങ് ബ്രേക്ക് എടുക്കുക. ദെൻ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുന്നവരെ ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇത് നമുക്ക് ഈ പ്രോക്രാസ്റ്റിനേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദെൻ റെഡ്യൂസ് ഡിസ്ട്രാക്ഷൻസ്. നമുക്ക് ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണോ അതിനെ റെഡ്യൂസ് ചെയ്യുക. മാക്സിമം ഡിസ്ട്രാക്ഷൻസ് റെഡ്യൂസ് ചെയ്യുക. നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല രീതിയിൽ ഡിസ്ട്രാക്ഷൻസ് വരും. അതിനെ എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് വൺ, ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻ. വേറെ ഒന്നുമല്ല, നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാം, ടേൺ ഓഫ് ചെയ്യാം. സൈലന്റിൽ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് അത് ഇമ്പോർട്ടന്റ് ആണോ അൺഇമ്പോർട്ടന്റ് ആണോ പ്രയോറിറ്റി ബേസ്ഡ് ആണോ എന്നൊന്നും ആയിരിക്കില്ല. നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ആൾവേസ് ഇത് എന്തായാലും ഓൺ ആയിരിക്കും. സോ ദെൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങോട്ടേക്ക് ഡിസ്ട്രാക്ട് ആയി പോകും. അതൊരു ചാറ്റ് ബോക്സോ വാട്സപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഈ രീതിയിലൊന്നും ആവണമെന്നില്ല. പലതരം നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരും. നമുക്ക് എന്താ പറയുക, യൂട്യൂബിന്റെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും, ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും, പുതിയ റീല് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇതെങ്ങനെ വരുമ്പോ നമ്മള് ഡിസ്ട്രാക്ട് ആവുകയാണ്. ഇത് ഡിസ്ട്രാക്റ്റഡ് ആയി നമ്മൾ അത് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അതിലെങ്ങനെ ഒഴുകി പോകും. ദിസ് ഈസ് ഹാപ്പനിങ് വാട്ട് എവർ ഇറ്റ്. ഏത് സമയത്താണെങ്കിലും ഇതാണ് സംഭവിക്കുന്നത്. എല്ലാവർക്കും ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ അവിടെ ഇട്ടു, ഇതിലേക്ക് മാറി, വർക്ക് ഓവർലോഡ് വന്നു. അപ്പൊ എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ടേൺ ഓഫ് ചെയ്ത് വെക്കുക. ഡിസ്ട്രാക്ഷൻസ് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ.
ദെൻ ഡിസ്ട്രാക്ഷൻസ് എന്താണെന്നുള്ളത് നോക്കുക. നോട്ടിഫിക്കേഷൻ ആണ്, ദെൻ ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻ. ഫോൺ സൈലന്റ് ചെയ്ത് ഇടാൻ പറ്റുമെങ്കിൽ സൈലന്റ് ചെയ്തിടാം. പ്രയോറിറ്റി ബേസ്, നമ്മുടെ പ്രയോറിറ്റി എന്താണോ അതിനനുസരിച്ചിട്ടിരിക്കും എല്ലാം. ക്രിയേറ്റ് എ ഡെഡിക്കേറ്റഡ് വർക്ക് പ്ലേസ്. നമുക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് ഓക്കെ ആയി തോന്നുന്ന രീതിയിൽ ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് കിട്ടുന്ന രീതിയിൽ ഒരു വർക്ക് സ്പേസ് നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ നമ്മള് ആൾവേസ് നമുക്ക് നല്ല ഓക്കെ ഒരു സമാധാനവും സന്തോഷവും, അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ഓക്കെ ആണ് എന്ന് തോന്നുന്ന രീതിയിലോട്ട് നമ്മുടെ വർക്ക് സ്പേസിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. വീട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് നമുക്ക് വേണ്ടി മാറ്റി വെക്കുക. ഓഫീസിലാണെങ്കിലും നമ്മുടെ ആ ഒരു വർക്ക് സ്പേസ് നമുക്ക് ഓക്കെ ആവുന്ന രീതിയിലോട്ട് മാറ്റി വെക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംഫർട്ട് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ ഡൺ. കഴിഞ്ഞ കാര്യത്തിൽ ചെയ്ത കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. ഓവർ പെർഫെക്ഷൻ മാറ്റി വെക്കുക. പെർഫെക്ഷൻ എന്നത് മാറ്റി വെച്ചിട്ട് ചെയ്യുന്ന കാര്യം എന്താണോ അത് കഴിഞ്ഞല്ലോ, കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു, ഞാനത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പെർഫെക്ഷൻ എന്ന് പറയുന്നതിന് ശേഷമുള്ളതാണ്. പെർഫെക്റ്റോട് കൂടി ചെയ്തു, പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആ വർക്ക് കൊണ്ടൊരു കാര്യമില്ലല്ലോ. നമ്മളത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമല്ലേ അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. സോ ദെൻ ഫോക്കസ് ഓൺ ഡൺ. ഓവർ പെർഫെക്ഷൻ മാറ്റി വെച്ചിട്ട് ചെയ്തു എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക. സെലിബ്രേറ്റ് പ്രോഗ്രസ്, നോട്ട് ജസ്റ്റ് ഔട്ട്കം. നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്താണെന്ന് വിട്ടിട്ട് നമുക്ക് ഉണ്ടാവുന്ന പ്രോഗ്രസ് എന്തൊക്കെയാണോ അതിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ നമ്മളൊരു ലൈഫ് ചേഞ്ചിങ് ടേണിങ് മൊമെന്റിലോട്ട് കടന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ദെൻ നമ്മൾ പ്രോഗ്രസീവ് ആണ്. നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴല്ല നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നേ. ഓരോ ദിവസവും നമുക്ക് മാറ്റമുണ്ട്. നമുക്ക് മാറാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം സെഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവൈലബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അഫർമേഷൻസ് ചെയ്യുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അതിനുശേഷം വന്ന മാറ്റങ്ങളാണ്. പോസിറ്റീവ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ലാക്ക് ഓഫ് മോട്ടിവേഷൻ കുറഞ്ഞു വരുന്നുണ്ട്. സെൽഫ് അവയർനെസ് കൂടി വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിക്കുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. then ഈ തരത്തിൽ നമുക്ക് പ്രോഗ്രസീവ് ആണ്, ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു പ്രോഗ്രസ് ഇംപ്രൂവ് ചെയ്യുള്ളൂ. then നമ്മുടെ ആ ഒരു ഫോക്കസിങ് ടൈമിലോട്ട് എത്തുമ്പോ, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നിൽക്കും. ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്തുമ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നിൽക്കും. ബിക്കോസ് വി ആർ പ്രോഗ്രസിങ് ഡേ ബൈ ഡേ. ഓരോ ദിവസവും എന്താണ് പ്രോഗ്രസീവ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോണേ എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുക. അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. ആ ഒരു പ്രോഗ്രസീവ് ആയിട്ട് പോകുന്നതിന് എന്ത് ചെയ്യുക? സെലിബ്രേറ്റ് ചെയ്യുക. എന്താണ് ഔട്ട്കം എന്നല്ല, ഓരോ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എന്താണ്, നമുക്കത് നമ്മളെ ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഇനിയും ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്. നമുക്കുള്ളൊരു മോട്ടിവേഷൻ ആണ്. ഓരോ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്കുള്ള മോട്ടിവേഷൻ ആണ്. ലാക്ക് ഓഫ് മോട്ടിവേഷൻ അവിടെ കഴിഞ്ഞുപോയി. ബിക്കോസ് നമ്മൾ പ്രോഗ്രസീവ് ആണ്. ദെൻ പിന്നെ എന്തിനാണ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ? നമ്മൾ പ്രോഗ്രസീവ് ആണ്, നമുക്ക് മാറ്റമുണ്ട്.
പിന്നെ അവിടെ ലാക്ക് ഓഫ് മോട്ടിവേഷന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയണ പോലെ എപ്പോഴും നമ്മൾ ആൾവേസ് നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പോവുക. സോ അതിന് നമുക്ക് ഈ ഫിയർ ഓഫ് ഫെയിലിയറും അതുപോലെ ഈ ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷനും ഒക്കെ നമുക്ക് മാറിക്കിട്ടും. ഇനിയിപ്പോ ഫെയിലിയർ സംഭവിച്ചു, വി ഹാവ് അനദർ ചാൻസ്. നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ചാൻസ് എടുത്തിട്ട് ചെയ്യും. നമുക്ക് അതിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. എന്തൊക്കെയാണോ അത് നോക്കുക, നോക്കി കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്യുക. ഡെഫിനറ്റ്ലി നമ്മള് ഫെയിലിയർ മാറ്റി സക്സസ് ആയിരിക്കും. ദെൻ ഫിയർ ഓഫ് ഫെയിലിയറിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എന്തിനു ഫിയർ ഓഫ് ഫെയിലിയർ വരുന്നു? ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ദെൻ ആൻസൈറ്റി, ട്രോമാസ്, ഇതൊക്കെ നമ്മളെ ബാധിക്കും. നമുക്കുണ്ടാവുന്ന നമ്മുടെ ട്രോമ ട്രിഗേഴ്സ്, നമ്മുടെ ആൻസൈറ്റി ലെവല്. ദെൻ അതാണ് പറഞ്ഞത്, വാട്ട് ഈസ് പ്രോക്രാസ്റ്റിനേഷൻ, അല്ലെങ്കിൽ വൈ പീപ്പിൾ പ്രോക്രാസ്റ്റിനേറ്റ്. ലേസിനെസ് എന്ന് പറയുന്ന പോലെ, ലേസിനെസ് ആണെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. പ്രോക്രാസ്റ്റിനേഷൻ വരികയാണെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഞാൻ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മേ ബി ഫിയർ ഓഫ് ഫെയിലിയറോ ലാക്ക് ഓഫ് മോട്ടിവേഷനോ ആയിരിക്കും. മേ ബി ആൻസൈറ്റി കൊണ്ടായിരിക്കും. ആ ആള് ഡിപ്രസ്ഡ് ആയിരിക്കും. ഡിപ്രസ്ഡ് ആയതുകൊണ്ട് ചെയ്യുന്നുണ്ടാവും. ആൻസൈറ്റി ഉണ്ടായതുകൊണ്ട് ചെയ്യുന്നുണ്ടാവും. ട്രോമ ട്രിഗർ ആവുന്നുണ്ടാവും. നമ്മൾ ആ ചെയ്യണ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടാസ്ക് എന്താണോ അത് നമ്മൾ ട്രോമ ട്രിഗർ ചെയ്യണ ടാസ്ക് ആയിരിക്കും. അപ്പൊ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ആ ഒരു അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ആൻസൈറ്റിയോ ഡിപ്രഷനോ വന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു ഡിപ്രഷനെ മാറ്റിയെടുക്കണം. ആൻസൈറ്റി ഹീൽ ചെയ്യണം. ട്രോമ ആണെങ്കിൽ ട്രോമ ഹീൽ ചെയ്യണം. ദെൻ ബാക്ക് ടു അവർ വർക്ക്. അത് ഹീൽ ചെയ്ത് നമ്മളെ ലൈഫിലോട്ട് വീണ്ടും ബാക്ക് ചെയ്ത് വരിക. നമുക്ക് എന്താണോ അവിടെ ബ്ലോക്ക് വരുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? അത് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്തതിന് ശേഷം ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പൊ എന്തുകൊണ്ട് പ്രോക്രാസ്റ്റിനേഷൻ വരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഒരു മടി എന്നുള്ള ഒരു പേര് മാറ്റി വെച്ചുകൊണ്ട്, മടിയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള റീസൺ എന്നല്ല. മടി ഉണ്ടെങ്കിൽ മടി എന്തുകൊണ്ട് വരുന്നു? എല്ലാവർക്കും മടിയില്ലല്ലോ. എന്തുകൊണ്ട് പിന്നെ നമുക്ക് മടി വരുന്നു? വെറുതെ ഇരുന്നത് കൊണ്ട് എന്താണ് നേട്ടം? അപ്പൊ എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ ആ ആൾക്ക് മടി വരില്ല. നമ്മൾ ഒരാൾക്ക് മടി വരുന്നു എന്നായ മടി കൊണ്ടാണ് ചെയ്യാത്തത് എന്ന് മാറ്റി വെക്കാതെ വാട്ട് ഈസ് ദ പ്രോപ്പർ റീസൺ, എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള റീസൺ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി അതിനെ മാറ്റിയെടുക്കുക. ഇനി നമുക്ക് സ്വയം ആണെങ്കിൽ നമ്മൾ സ്വയം മാറ്റിയെടുക്കുക. എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിക്കുന്നു? എന്തുകൊണ്ട് എനിക്ക് ഉണ്ടാവുന്നു? മേ ബി ആൻസൈറ്റിയോ ഡിപ്രഷനോ ഒക്കെ ആയിരിക്കും. സ്ട്രെസ്ഫുൾ ആയിട്ട് പോണതുകൊണ്ടായിരിക്കാം. ഇത് പുറത്ത് പറയാനുള്ള മടി കൊണ്ടോ പേടി കൊണ്ടോ ആയിരിക്കും. പുറത്ത് പറയാനുള്ള പേടി കൊണ്ടായിരിക്കും. എനിക്കിങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ ആണ്, എനിക്ക് ഇങ്ങനെ പറ്റുന്നില്ല എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. പല റീസണും ഉണ്ടായിരിക്കും. ദെൻ അതിനെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ട്രോമയൊക്കെ ട്രിഗർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ട്രോമ ട്രിഗർ ചെയ്ത് വരിക എന്ന് പറയുന്നത് ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മളെ കൊണ്ട് എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് നമ്മൾ എത്തിക്കുന്ന ഒരു കാര്യമാണ് ട്രോമ ട്രിഗർ ചെയ്യുക എന്നുള്ളത്. ദെൻ ആ ട്രോമ ഹീൽ ചെയ്യുന്ന വേണം. ഡിപ്രസ്ഡ് ആണെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ഡിപ്രഷൻ എത്തും. 2-3 വർഷം വരെ ഒരു മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരുത്തുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ. 2-3 വർഷം വരെ ഒരാളെ ഒരു റൂമിന്റെ ഉള്ളിൽ മാത്രം തളച്ചിടുന്ന രീതിയിൽ കഴിവുള്ള ഒരു സാധനമാണ് ഡിപ്രഷൻ.
ഒരു ദിവസം ഉണ്ടായി പോകുന്നതല്ല ഡിപ്രഷൻ. ഒരു ദിവസം കൊണ്ട് ഉണ്ടായി പോകുന്നതല്ല ഡിപ്രഷൻ എന്ന് പറയുന്നത്. 2 ദിവസം കൊണ്ട് പോകുന്നതല്ല ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷൻ സ്റ്റേജ് വേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ 3 വർഷം ലൈഫിൽ ജീവിച്ചിട്ടേ ഇല്ല എന്ന് തോന്നുന്ന രീതിയിലോട്ട് കട്ട് ഡൗൺ ചെയ്ത് കളയാൻ പറ്റുന്ന അത്രയും വ്യാപ്തിയുള്ള ഒരു സാധനമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ലാക്ക് ഓഫ് അവയർനെസ് നല്ല പോലെ ഉണ്ട്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചെറിയൊരു വാക്കല്ല, വളരെ വേഴ്സ് ആയിട്ടുള്ള ഒരാൾക്കും ലൈഫിൽ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് അതിന്റെ പ്രോപ്പർ റീസണിങ് എന്ന് മനസ്സിലാക്കുക. പല റീസൺ കൊണ്ടായിരിക്കും ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ വരുന്നത്. പ്രോക്രാസ്റ്റിനേഷൻ സംഭവിച്ചതിന് നമുക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഈ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ നമ്മുടെ വിഷൻ ഫോർ ദ ഫ്യൂച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഫ്യൂച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഈ പ്രോക്രാസ്റ്റിനേഷൻ കാരണം നമുക്ക് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല. പ്രോക്രാസ്റ്റിനേഷൻ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ റീസൺ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണെങ്കിൽ നമുക്ക് മോട്ടിവേറ്റഡ് ആവണം. ഫിയർ ഓഫ് ഫെയിലിയർ ആണെങ്കിൽ അതിൻ്റെ അത് മാറ്റണം. എന്താണോ അതിന്റെ റീസൺ എന്നുള്ളത് നമ്മൾ കൃത്യമായി മാറ്റിയെടുക്കണം. ഹീല് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ തെറാപ്പി വേണമെങ്കിൽ തെറാപ്പി തന്നെ വേണം. ഹീല് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഹീല് ചെയ്ത് തന്നെ മാറ്റണം. എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ സപ്പോർട്ട് തേർഡ് തന്നെ ചെയ്യണം. നമുക്കിവിടെ അവൈലബിലിറ്റി ഉണ്ട്. നമുക്ക് ഇതിനെല്ലാം നമ്മൾ ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. നമ്മൾ ആരും ഒറ്റയ്ക്കല്ല, ആരും ഒറ്റയ്ക്കല്ല, എല്ലാവർക്കും അവൈലബിൾ ആണ്. മാറ്റിയെടുക്കാൻ സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഡെഫിനറ്റ്ലി നമ്മൾ മാറും. ഈ ഒരു വിശ്വാസം ഉള്ളിൽ ഉണ്ടായിക്കൊണ്ട് വർക്ക് ചെയ്യുക, ആക്ഷൻ എടുക്കുക. എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിന് കൃത്യമായ ആക്ഷൻ എടുക്കുക. അക്കൗണ്ടബിലിറ്റി ആൻഡ് റിവാർഡ്സ്. അടുത്തത് ഫൈൻഡ് ആൻ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. അതായത് ഫ്രണ്ട് ആയിരിക്കാം, കൊളീഗ് ആയിരിക്കാം, മേ ബി മെന്ററോ പ്രൊഫഷണൽ കോച്ചോ ആയിരിക്കാം. അതായത് നമ്മളെ ഈ ഒരു പുഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും പ്രോഗ്രസീവ് ആണോ നോക്കുന്നു. ഇന്ന് ഈ വർക്ക് നീ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് ഇത്ര കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ, നാളെ ഇനി ചെയ്യണം, ഇത് ഓക്കെ, ഇത് പെർഫെക്റ്റ് ആണ്, അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ നെക്സ്റ്റ് നാളെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ആ ഒരു രീതിയിൽ നമ്മുടെ വിഷനെ അവരുടെ കൂടി വിഷനായി കാണുന്ന രീതിയിൽ നമ്മളെ എല്ലാ ദിവസവും മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊളീഗ് ഉണ്ടായിരിക്കാം, മേ ബി മെന്റർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോച്ച് ആയിരിക്കും. ഡെയിലി നമുക്കൊരു മോട്ടിവേഷൻ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങളെ കൊണ്ട് പറ്റും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇതെല്ലാം ഇതിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് ഈ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഒക്കെ കുറെ മാറി കിട്ടും. നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ മാറിപ്പോവും. റിവാർഡ് യുവർ സെൽഫ് ഫോർ കംപ്ലീറ്റിംഗ് ടാസ്ക്. നമ്മൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ സ്വയം നമുക്ക് റിവാർഡ് ചെയ്യാം. സ്വയം ഒന്ന് ക്ലാപ്പ് ചെയ്യുക. സെൽഫ് ക്ലാപ്പ് ചെയ്യാൻ പറ്റാറുണ്ടോ? എനിവൺ സെൽഫ് ക്ലാപ്പ് ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്ത കാര്യം നമുക്ക് വേണ്ടി നമ്മൾ കൈയടിക്കാറുണ്ടോ? ഓക്കെ, ഐ ക്യാൻ, എന്നെ കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിച്ചു, ഞാൻ അത് ചെയ്തു. സെൽഫ് ക്ലാപ്പ് ചെയ്യാറുണ്ടോ? യെസ്. സെൽഫ് ക്ലാപ്പ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മള് റിവാർഡ് ചെയ്യുക, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി ആരും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ എന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട്. നമ്മൾ എന്താണെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. സെൽഫ് അവെയർഡ് ആണ് നമ്മള്. സെൽഫ് ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞതാണ് നമ്മൾ എന്താന്നുള്ളത് നമുക്ക് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ട്. സോ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുക. ആരൊക്കെ ചെയ്തു എന്നല്ല, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
അതാണ് നമുക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. വേറെ ആരും മോട്ടിവേറ്റ് ചെയ്താലും നമുക്കത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും അവിടെ ഏൽക്കാൻ പോകുന്നില്ല. നമ്മൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള എക്സ്റ്റേണൽ മോട്ടിവേഷനൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ബിൽഡിംഗ് ലോങ് ടൈം ഹാബിറ്റ്സ്, ലോങ് ടൈം ആയിട്ടുള്ള ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക. ഡെയിലി ഹാബിറ്റുകൾ എടുക്കുക. ലോങ് ടൈം ആയിട്ട് ഹാബിറ്റ്, ഇപ്പൊ ഒരു റീഡിംഗ് ആണ്, നമുക്ക് ഡെയിലി റീഡ് ചെയ്യുക. ലോങ് ടൈം ആയിട്ട് ഞാൻ എന്നും ദിവസം ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഡെയിലി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഞാൻ ഈ ഒരു വർക്കിന് വേണ്ടി ഞാൻ മാറ്റി വെക്കും. അതെന്റെ ഒരു ഹാബിറ്റ് ആണ്. അങ്ങനെ ലോങ് ടൈം ആയിട്ടുള്ള ഹാബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. ഡെയിലി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക. ഡെയിലി നമുക്ക് പുതിയ പുതിയ ഹാബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്ത് വെക്കുക. അതിന് ഈ ഹാബിറ്റ് നമ്മൾ എടുക്കുമ്പോൾ, ഹാബിറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ഇന്ന് ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ ഒക്കെ അവിടെയും സംഭവിക്കുമ്പോ ഇന്ന് ചെയ്തു നാളെ ചെയ്യുന്നില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്യാം, ഈ രീതിയിലൊക്കെ തോന്നും. അപ്പൊ അത് ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ചെയ്യുക. ഇന്ന് കുറച്ച് ഭാഗം ചെയ്യുക, നാളെയും കുറച്ച് ഭാഗം ചെയ്യുക. ഞാൻ അങ്ങനെ ഒരു 4 to 5 days പോവുക. ദെൻ 6 to 7 days ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് വീക്ക് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് പാർട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഒരു 5 minutes അധികം ചെയ്യുക. ദെൻ വീണ്ടും നെക്സ്റ്റ് കഴിയുമ്പോൾ വീണ്ടും ഒരു 5 minutes 10 minutes അധികം ചെയ്യുക. അങ്ങനെ ആ ഒരു ഫസ്റ്റത്തെ 10 minutes ഒരു 30 minutes ആയിട്ട് മാറ്റുക. ദെൻ 1 hour ആക്കി മാറ്റുക. അപ്പൊ ഇങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടാവും. ഹാബിറ്റായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്തായിരിക്കും, അത് പിന്നെ മാറ്റി വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്തു പോകും. ബിക്കോസ് അവിടെ നമ്മുടെ ലൈഫിന്റെ പാർട്ടാണ്, പാർട്ട് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ഹാബിറ്റായി മാറിയത്. അപ്പൊ നമുക്ക് ഹാബിറ്റ് ആക്കി മാറ്റുക എന്നുള്ളതിന് ഒരു കാര്യം ചെയ്യേണ്ടത് ഇതേപോലെ ഫസ്റ്റ് 5 minutes, ദെൻ ആ ഒരു വീക്കിൽ അങ്ങനെ പോവുക, കംപ്ലീറ്റ് ആയിട്ട് കൊണ്ട് നടക്കുക. ദെൻ 5 minutesന് ശേഷം അതൊരു 10 minutes ആക്കുക, 15 minutes ആക്കുക, 20 minutes ആക്കുക, 30 minutes ആക്കുക. ഈ ഒരു രീതിയിൽ മെല്ലെ 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 നമ്മൾ ചെയ്തു വരിക. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്തായി, അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ അപ്പോഴേക്കും നമ്മളിങ്ങനെ കുറച്ച് ചെയ്ത് നമുക്ക് ആ ഒരു എക്സോസ്റ്റഡ് ഫീൽ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ചെയ്ത് നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണ്. നമുക്ക് എന്തായി, അങ്ങനെ ചെയ്തു വരുമ്പോൾ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറി. ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പിന്നെ അവിടെ പ്രോക്രാസ്റ്റിനേഷൻ ഒന്നും സംഭവിക്കില്ല. കാരണം നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ട് മാറി. പിന്നെ നമുക്ക് മാറ്റി വെക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഡെവലപ്പ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. എന്ത് തന്നെയാണെങ്കിലും ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് വെക്കുക. ഏത് തരം അവസ്ഥയാണെങ്കിലും അവിടെ നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ പറ്റി നമ്മളൊരു സെഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്തു, ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തു വന്നു. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഏത് തരം ടാസ്ക് ആണെങ്കിലും ഏത് തരം സ്റ്റേജ് ആണെങ്കിലും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്തു വരാൻ പറ്റും. അതുപോലെ തന്നെ പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള ഒരു അവസ്ഥയെ നമുക്ക് മറികടക്കാൻ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ടൈം മാനേജ്മെന്റ് ഇഷ്യൂ അല്ല. നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം പറ്റുന്ന ഇഷ്യൂ അല്ല. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റെഗുലേഷണൽ ചാലഞ്ച് ആണത്. ഐഡന്റിഫൈ ട്രിഗേഴ്സ്, എന്താണ് നമ്മുടെ ട്രിഗേഴ്സ് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നമ്മുടെ ട്രിഗർ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ, എന്നിട്ട് ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ടാക്കി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. വളരെ ഷോർട്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ അത് ലോങ് ടേം ആയിട്ട് പോകും. ഞാൻ ടൈമിന്റെ കാര്യം പറഞ്ഞ പോലെ 5 minutes ചെയ്യുക, ദെൻ 10 minutes ചെയ്യുക, ദെൻ 15 minutes ചെയ്യുക, ദെൻ അതൊരു 30 minutes എത്തുന്നവരെ അല്ലെങ്കിൽ 1 hour എത്തുന്നവരെ നമ്മൾ ആ ഒരു രീതിക്ക് ചെയ്തു പോകുമ്പോഴേക്കും നമുക്കത് പ്രോഗ്രസീവ് ആവും ചെയ്യും, ഹാബിറ്റ് ആയിട്ട് മാറും. ഓവർവെൽമിങ് ഫീലിംഗ് ഉണ്ടാവില്ല. നമ്മൾ കുറച്ചും കൂടി ഓരോ ദിവസം നമ്മൾ പ്രോഗ്രസീവ് ആണ്. ദെൻ അവിടെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ നമുക്ക് സംഭവിക്കുന്നില്ല. നമ്മൾ എന്തായാലും നമുക്ക് ഓക്കെ ആയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
ഇതാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ മാറ്റി വെക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. എന്താണോ നമ്മുടെ ട്രിഗർ എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കുക. ട്രിഗർ മനസ്സിലാക്കിയതിനു ശേഷം ട്രിഗറിനെ ഹീൽ ചെയ്യുക. ആ ട്രിഗറിനെ ഹീൽ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോക്രാസ്റ്റിനേഷൻ കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ മാറ്റി വെക്കാൻ പറ്റും. എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ് പ്രോക്രാസ്റ്റിനേഷൻ. അത് കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ട്, പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സക്സസിലോട്ട് എത്താൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തു പോവുകയാണ്. then ആ പ്രോക്രാസ്റ്റിനേഷൻ കംപ്ലീറ്റ്ലി മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക. ആൾവേസ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൊണ്ടുപോവുക. ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉള്ളത് മാറ്റി വെച്ചിട്ട് നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഡെഫിനറ്റ്ലി വി ക്യാൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് മുന്നോട്ട് പോവുക. ദെൻ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു വിഷൻ എന്താണോ അതിൽ നമ്മൾ പ്രോഗ്രസീവായി നമ്മൾ അതിലോട്ട് എത്തുക തന്നെ ചെയ്യും. ഓക്കെ, 7:20 ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഇന്ററാക്ഷൻ കൊടുക്കാം നമുക്ക്. ഈ ഒരു ടോപ്പിക് ആൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു, അതിന്റെ ഇമ്പാക്ട്സും പറ്റി പറഞ്ഞു, അതിന് എന്തൊക്കെയാണ് പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ദെൻ അതിന്റെ പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസിനെ പറ്റി പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലാത്ത ഡൗട്ട്സുകളാണെങ്കിലും ചോദിക്കാം. ഓക്കെ, Can I speak? യെസ് പറഞ്ഞോളൂ. I want to tell you one thing. I just entered just for sitting for some few minutes and then leaving off. That was my intention. The early morning, I didn't have the time. But after hearing your talk, it is actually really content rich, I have to say. I was sitting till the end. That I have to say, because everything you have said, one thing most of the people forget, that is the talkers forget in telling about procrastination, is that it is something which is really progressive, that you have incorporated into it. Because once that thing strikes to the head, slowly because we are able to do it, that thing will come to your mind. And the second thing, what I've seen in your case is that there are so many things to be healed. Many of the people, they are not healing and getting into a process, then they fall back again. And the same thing gets repeated and repeated again. And they are not able to come up. And all the important points, I'm telling you, it is really a very good session and I liked it very much, but I entered only for the last, I think 15 or 20 minutes. Anyway, I'll see the video. Thank you so much. Have a superb day. Expecting awesome classes. Thank you. Thank you so much for your wonderful feedback. And also, the record will available. Okay. Okay, thank you so much. Thank you so much for your wonderful feedback. Then this is another kind of motivation. This is another kind of motivation. നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുക എന്നുള്ളത് എന്താണ്? മറ്റൊരു മോട്ടിവേഷൻ ആണ്. Really, ma'am, one thing I want to tell you, this I've seen in my all walks of my life, not only for myself, for everybody. Early morning, especially the early morning hours, if you give a good feedback, like a good day, you're very fiery, like this and that, it triggers you like anything. To anyone, it will happen at any level of life, at any stage of education, whatever it be. This happens with everyone. And from the morning till night, if you're comfortable and moving in a group like that, I'll tell you, the life will be a celebration, no doubt. Thank you so much. Thank you so much. Thank you. Very, very, very thankful to you. Grateful. Okay. Yes. ഇന്നത്തെ ക്ലാസ് വളരെ ഗംഭീരമായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഡിപ്രഷന്റെ സൈഡ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നത്, ബോളിവുഡ് ആക്ട്രസ് ദീപിക പദുകോണ്, അതുപോലെ തന്നെ ആമീർ ഖാൻ, ബോളിവുഡ് ആക്ടർ ആമീർ ഖാൻ, ഇവർക്കൊക്കെ ഡിപ്രഷൻ ബാധിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡിപ്രഷൻ വരുമ്പോൾ ഇത് ഒരു സാമ്പത്തിക ഐശ്വര്യം ഉള്ളവർക്ക് വരാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹം ഉള്ളവർക്ക് വരാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നത്തെ മാഡത്തിന്റെ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഡിപ്രഷന്റെ സൈഡ് പറഞ്ഞപ്പോൾ, പിന്നെ ഡിസ്ട്രാക്ഷൻ പറഞ്ഞല്ലോ, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻ, നോട്ടിഫിക്കേഷൻ ഒഴിവാക്കുക,
അപ്പൊ അതൊക്കെ നല്ല ക്ലാസ് ആയിട്ടാണ് മനസ്സിലാകുന്നത്. Anyhow, thank you very Okay, much thank for you. your class. Yeah. Okay, next. Anyone? സജഷൻസ് ഉണ്ടെങ്കിലും പറയാട്ടോ. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ പറ്റി ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്, ദെൻ ഞാൻ ഡെഫിനറ്റ്ലി ആ ഒരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ഞാൻ എപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുകളായിട്ടാണ് ഞാൻ വരുന്നത്. ഓരോ ദിവസവുമായിട്ട് ഓരോ കഴിഞ്ഞ ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ നെക്സ്റ്റ് ടോപ്പിക്കിന് ഉണ്ടായിരിക്കും. ആ ഒരു കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയതിനു ശേഷം അടുത്ത ടോപ്പിക്കിലോട്ട് പോവാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, മാം പറഞ്ഞ പോലെ തന്നെ, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും അതിലൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ രാവിലെ നമ്മൾ ആ ഒരു ടൈം ഏർലി മോർണിംഗ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു, നമ്മളൊരു 1 hour നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നു. 1 hour ഒരിക്കലും വേസ്റ്റ് ആയി പോകാൻ പാടില്ല. പുതിയ കാര്യങ്ങൾ അറിയേണ്ടതാണ്. നമുക്ക് ആ ഒരു ഡെയിലി ആ ഒരു ഡേ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഇവിടെ നിന്ന് കിട്ടണം. നോട്ട് ഫോർ യു ഓൾസോ, നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും. ഈ ഒരു സെഷൻ കഴിയുമ്പോൾ എനിക്കും അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്കും അതൊരു മോട്ടിവേഷനായി മാറണം. നമ്മുടെ ആ ഒരു 1 hour കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ സെഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഇന്നർ കോറിൽ അല്ലെങ്കിൽ ഇന്നർ ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കണം. ഹലോ മാം. ഹലോ യെസ് മാം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ആക്ച്വലി ഇത് എനിക്ക് വേണ്ടിയിട്ട് മാം ക്ലാസ് എടുത്ത പോലെ തോന്നി കേട്ടോണ്ടിരിക്കുമ്പോൾ. ഈ പ്രോക്രാസ്റ്റിനേഷൻ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ കരുതിയിരുന്നത് അതെൻ്റെ മടി കാരണമാണ്, ലാസ്നെസ്സിനാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് എൻ്റെ തെറ്റിദ്ധാരണ. അത് വെറും ഒരു തെറ്റിദ്ധാരണയാണെന്ന് മാം ഇന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. വളരെയധികം നന്ദി. അതിനകത്ത് മാം പറഞ്ഞ ഓരോ പോയിന്റും, പെർഫെക്ഷനിസം, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, പിന്നെ ചൂസിങ് ഷോർട്ട് ടേം പ്രഷർ, ഓവർവെൽമിങ്, പോർ ടൈം മാനേജ്മെന്റ്, ഓരോ പോയിന്റും ഞാനിങ്ങനെ നോട്ട് ചെയ്യായിരുന്നു. യെസ്, എക്സാക്ട്ലി, ഇതൊക്കെ എനിക്കുള്ളതാണ്. ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് എൻ്റെ പ്രോക്രാസ്റ്റിനേഷൻ വരുന്നതെന്ന് എനിക്ക് കറക്റ്റ് വ്യക്തമായി കഴിഞ്ഞു. ഇനി അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ വേണം എന്നുള്ളത് മാം പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. എനിക്കറിയാം അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടോ പറ്റുന്ന കാര്യമല്ലായിരിക്കാം. എന്നാലും പരമാവധി ശ്രമിച്ചു നോക്കാം. എന്തേലും മാമിന്റെ സപ്പോർട്ട് ഇനിയും ആവശ്യം വരും. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, വളരെ യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. തീർച്ചയായും തീർച്ചയായും. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുമെന്നല്ല, ഒരു ദിവസം കൊണ്ട് മാറുമെന്നല്ല, സമയമെടുക്കും. അക്സെപ്റ്റ് ദാറ്റ്. സമയമെടുക്കും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക, ദെൻ വർക്ക് ഓൺ ദാറ്റ്. അതിൽ വർക്ക് ചെയ്യുക. സമയമെടുക്കും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക, ദെൻ വർക്ക് ഓൺ ദാറ്റ്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മടി എന്ന അടിസ്ഥാനപരമായ ഒരു അടിവരയിട്ട് പറയേണ്ട കാര്യമല്ല. ആൾവേസ് നമുക്ക് എപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോക്രാസ്റ്റിനേഷൻ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ ഇതിന്റെ ഒരു ലാക്ക് ഓഫ് അവയർനെസ് കാരണം തന്നെ, മെയിൻലി ഒരു റീസൺ ലാക്ക് ഓഫ് അവയർനെസ് ആണ്. ദെൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, മടിയാണ് മടിയാണ് മടിയാണ്. ഇത് നമ്മളെ ചുറ്റും നമുക്കിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദെൻ അത് നമുക്ക് ആ ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ കൂടുകയേ ചെയ്യുള്ളൂ. നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ ലെവൽ ലോ ആയി വരികയേ ചെയ്യുള്ളൂ. സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ നമുക്ക് കൂടുകയേ ചെയ്യുള്ളൂ. എന്നാൽ ആ ഒരു സംഭവം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്കത് ഓവർകം ചെയ്തു വരാൻ സാധിക്കില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഉള്ള ഒരു കാര്യമാണ്. ഒരിക്കലും എന്തല്ല, ലേസിനെസ് അല്ല. ഇനിയിപ്പോ ലേസിനെസ് ആണെങ്കിൽ പോലും, ലേസിനെസ് എന്ന് സംഭവിക്കുന്ന ഒരു പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടാവുന്നത് കംപ്ലീറ്റ് ഒരു പ്രോപ്പർ റീസണിങ് കൊണ്ടാണ് സംഭവിക്കുന്നത്. വാട്ട് ഈസ് ദ റീസൺ എന്നുള്ളത് നമ്മൾ നോക്കണം, ഹീൽ ചെയ്യണം, മാറ്റിയെടുക്കണം. ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കൊണ്ട് പ്രോക്രാസ്റ്റിനേഷൻ സംഭവിക്കും. ഡിപ്രഷൻ ഒരിക്കലും ഇന്ന ഒരാൾക്ക് വരാൻ പാടില്ല എന്നല്ല. ലൈഫിൽ ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്കും, ഏത് പ്രൊഫഷണൽ ഇരിക്കുന്ന ഒരാൾക്കും, സാമ്പത്തികതയൊന്നും അതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ
ആ ഒരാളുടെ ലൈഫിലെ ആ ഒരു മൊമെന്റ്, ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു പോയ ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ടൈം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്ത് ഒഴിവാക്കിയിട്ട പോലെയുള്ള ഒരു ടൈം ആയിരിക്കും. കംപ്ലീറ്റ്ലി വേസ്റ്റ് ഓഫ് ടൈം. അത് ഹീല് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിന്റെ ആൾസോ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ഒരു സംഭവമാണത്. ഏറ്റവും വേഴ്സ്, ലൈഫിൽ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർ ആയിട്ട് ഹീൽ ചെയ്ത് മാറ്റാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. മാറ്റാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് തേടി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു, ഇപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ഇവിടെ ഒരു സെഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നു, സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു, ഇതെല്ലാം ഒരു മോട്ടിവേഷന്റെ ഭാഗമാണ്. നിങ്ങൾ വേ ഓഫ് സക്സസിലോട്ടാണ്, നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്വയം തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു 1 hour എന്റെ വാക്കുകൾ കേട്ട് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ പ്രോഗ്രസീവ് ആണ്. യു ആൾ ആർ പ്രോഗ്രസീവ്. യു ആർ ആൾ ആർ ഇൻ ദ വേ ഓഫ് പ്രോഗ്രസീവ്. എല്ലാവരും പ്രോഗ്രസീവിന്റെ ഒരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. ഇന്നൊരു ദിവസം കൊണ്ട് മാറില്ല, സമയം എടുത്തിട്ട് തന്നെ മാറുള്ളൂ എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. പ്രോഗ്രസീവ് ആണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് 7:30 ആയിട്ടുണ്ട്, നമ്മൾ ടൈം അപ്പ് ആയിട്ടുണ്ട്. നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ തീർച്ചയായിട്ടും കാണാം. താങ്ക് യു ഫോർ വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഫീഡ്ബാക്സ്. നല്ല ഫീഡ്ബാക്സിന് ഒരുപാട് നന്ദി. ഗ്രാറ്റിറ്റ്യൂഡ് ആൾവേസ്. താങ്ക് യു ഫോർ ദ ടീം, ഫോർ ദിസ് വണ്ടർഫുൾ ടീം ആൻഡ് ഫോർ നിങ്ങളുടെ ഓഡിയൻസ്. ഈ ഓഡിയൻസ് ആണ് നമ്മുടെ ബലം, നമ്മുടെ ഹാപ്പിനെസ്. നിങ്ങളുടെ നല്ല ഫീഡ്ബാക്കും പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കും സജഷൻസും എല്ലാം, പോസിറ്റീവ് ഫീഡ്ബാക്സ് മാത്രമല്ല എല്ലാതരം ഫീഡ്ബാക്സ് ആണെങ്കിലും സജഷൻസ് എല്ലാം നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ. നല്ലൊരു ടോപ്പിക്കുമായിട്ട് തീർച്ചയായിട്ടും നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഹോപ്പ് യു ആർ all doing well. Have a nice day. Thank you. Thank you, madam.